കണ്ണൂർ പയ്യന്നൂരിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ആളുടെ കാർ കത്തിച്ചു. ഇന്നലെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി. ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. അക്രമിയെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ടി പുരുഷോത്തമൻ 24 പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം: അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ആളെ പറയാൻ വേണ്ടി പറ്റൂല. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ മുഖം മൂടിയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധന്മാരാണ്. കാരണം ഇതൊരു തികഞ്ഞ ഫാസിസമാണ് കാണിച്ചത്. ആളുകളെ കണ്ടാൽ മനസ്സിലാവും. കാരണം മോനാണ് ആദ്യം പുറത്തിറങ്ങിയത്. മോൻ ആളുകളെ കാണുന്നുണ്ട്, അവരെ കണ്ടാൽ മനസ്സിലാവും. മറ്റു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഞാൻ CPM-ന്റെ അംഗത്തുള്ള ആളാണ്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടായതാകെന്ന് പറഞ്ഞാല് ഈ കുഞ്ഞികൃഷ്ണ പുസ്തകം പ്രകാശന ആ പരിപാടിയിൽ ഞാൻ അവിടെ ഗാന്ധി പാർക്കിൽ അതൊരു പൊതുപരിപാടിയാണ്. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പോലീസുകാർ ഇന്നലെ രാത്രി ഇവിടെ പോലീസ് ഓഫീസർമാർ SP ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അവർ വന്നിട്ട് ഇന്നലെ തന്നെ പരാതിയൊക്കെ അവർ എന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ട് അവർ പോയിട്ടുണ്ട്. പോലീസ് നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളിലും പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. അതായത് പോലീസിന്റെ പ്രശ്നം. നടപടി ഉണ്ടാകുന്നത് ഇപ്പൊ കണ്ടിട്ടറിയാം നമുക്ക്. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് മോർണിംഗ് ഷോയിൽ. അജീഷ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേനെ. ഈ ആക്രമണം നടക്കുന്നത് ഇന്നലെ രാത്രി 12:30 മണിയോടെയാണ്. പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയാണ് ഈ ടി പുരുഷോത്തമന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ പോർച്ചിലുണ്ടായിരുന്ന കാർ ആദ്യം തീ വെച്ച് കത്തിക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ പിൻഭാഗം ഒരു ഭാഗികമായി കത്തി നശിച്ചു. അതിന് പിന്നാലെയാണ് അത് അണഞ്ഞതോടെ ഈ കല്ലെടുത്ത് കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തത്. അതിന് പിന്നാലെ വീടിന്റെ ജനൽ ചില്ലുകൾക്കും നേരെയും ഈ അക്രമികൾ എറിഞ്ഞു തകർക്കുകയുണ്ടായി. ഇന്നലെ രാത്രി 12:30 വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഈ ശബ്ദം കേട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ഈ പുരുഷോത്തമന്റെ മകനാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഇവരെ ഈ മകൻ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അവർ പിന്നീട് ഓടിപ്പോവുകയായിരുന്നു. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. റൂറൽ SP അടക്കമുള്ളവർ ഈ വീട്ടിൽ എത്തി രാത്രിയോടെ തന്നെ പരിശോധന നടത്തിയിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്നാൽ ഈ പുരുഷോത്തമൻ എന്ന് പറയുമ്പോൾ കുഞ്ഞികൃഷ്ണന് അനുകൂലമായിട്ട് നിൽക്കുന്നയാളാണ്. പാർട്ടിയിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ പുറത്തായതിന് പിന്നാലെ തന്നെ കുഞ്ഞികൃഷ്ണനോടൊപ്പം നിൽക്കുന്ന ആൾ കൂടിയാണ് ഈ പുരുഷോത്തമൻ. അദ്ദേഹം CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ്. നേരത്തെ ഈ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തക പ്രകാശനം നടത്തിയപ്പോൾ ഈ കുഞ്ഞികൃഷ്ണനോടൊപ്പം സജീവമായിട്ട് നിന്ന ആൾ കൂടിയാണ് ടി പുരുഷോത്തമൻ. അതിന്റെ വൈരാഗ്യത്തിൽ CPM പ്രവർത്തകരാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്തായാലും ഈ പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്നും ഈ പുരുഷോത്തമൻ പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഈ കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്ന ഈ പ്രസന്നന്റെ വീട്ടിന് മുന്നിലുണ്ടായിരുന്ന ബൈക്കും ചിലർ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചിരുന്നു. അതിന് പിന്നിലും CPM പ്രവർത്തകരാണെന്നായിരുന്നു ഇവർ ആരോപിച്ചിരുന്നത്. പക്ഷേ ആ ബൈക്ക് കത്തിച്ച കേസിലെയും പ്രതികളെ ഇതുവരെയ്ക്കും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അന്നും പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് റൂറൽ SP-ക്ക് അടക്കം കുഞ്ഞികൃഷ്ണൻ പരാതി നൽകിയിരുന്നു. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നായിരുന്നു അന്ന് കുഞ്ഞികൃഷ്ണൻ നൽകിയ പരാതി. അതിനുശേഷവും ഈ പ്രതികളെ കണ്ടെത്താൻ അന്ന് പോലീസിന് സാധിച്ചിരുന്നില്ല. അന്ന് വീട് മുറ്റത്തുണ്ടായിരുന്ന ബൈക്ക് തള്ളി മാറ്റി മറ്റൊരു പറമ്പിൽ കൊണ്ടുവച്ചായിരുന്നു തീയിട്ടത്. എന്തായാലും ഇന്നലെ ഈ വ്യാപകമായിട്ട് പയ്യന്നൂരിൽ കള്ളവോട്ട് നടത്തുന്നു CPM എന്ന് കുഞ്ഞികൃഷ്ണനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ആരോപിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.